വീരാൻകുട്ടി വീരാൻകുട്ടി. അല്ല ഇതെങ്ങനെയാണ് സംഭവം? ഇത് എന്റെ അയൽവാസി ചെയ്യലാണ് മയമതി. അപ്പൊ പോയി എനിക്കവിടെ നല്ല പണി കേട്ടോ. 30,000 റുപ്യ ശമ്പളമൊക്കെ എന്തെങ്കിലും വിളിച്ചപ്പോ പറഞ്ഞേ വാടൊക്കെ ബേക്കറിയിലാണ്. എനിക്ക് അത്യാവശ്യം പാട്ടടിച്ചാൽ കൂടെ അറിയുന്നു. പക്ഷെ ബേക്കറിയിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവർക്ക് പോകുമ്പോ ഇന്നോട് അറിഞ്ഞു എന്റെ അമ്മായിന്റെ വാക്ക്. അത് പറയാനപ്പോ ഞാൻ വിളിച്ചത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനിപ്പോ ആണ്ട് പോണില്ല, അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. ആകെ മൊത്തത്തിൽ എന്താ പറയാ ഇതൊക്കെ കാര്യം പാമ്പ് വെച്ചില്ല എന്നായിരിക്കും. ആണ്ട് വിളിച്ചാലും ചോദിച്ചാ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ആകെ മനസ്സപ്പോഴുണ്ട് ആകെ കുടുങ്ങിയിരുന്നു. ഇന്നലെ പിന്നെ വേറെണ്ടായി. ഇതിപ്പോ ഒന്നും ഉണ്ടാ വെക്കുന്നു. അതിന്റെ അടിയിൽ കൂടി കണ്ടില്ല ഒരു ഫോൺ വിളിച്ചാണ്ട് ആരോ പറഞ്ഞ് റീചാർജ് ചെയ്യുക എന്തൊക്കെയാണ് നിൽക്കാനൊന്നും മനസ്സിലായില്ലേ. ശരീരം അതല്ല സംഭവം അറിയോ? ഇൻഫർമേഷൻ കിട്ടിയാൽ ശരീരം അത് നമ്മളെ കാലുള്ള സാധനമേ. നമ്മളിപ്പോ കരിങ്ങാത്തിന്റെ എക്സ്ചേഞ്ചിലൊക്കെ ഞാനാ പോയി ബില്ലാക്കല്. അപ്പൊ അവൾക്ക് ഭയങ്കര ബില്ലായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു നല്ലൊരു കണക്ഷൻ ഉണ്ട്, പിന്നെ എന്താ അത് എടുത്താൽ മതി എന്നൊക്കെ തങ്ങൾക്ക് ബാധിച്ചില്ല. ബാധിക്കുന്നൊക്കെ ഇല്ല. ഓൻ പറഞ്ഞു അത് എടുത്താൽ മതി നല്ലതാണ്. അപ്പൊക്കാണെങ്കിൽ മൊബൈലിൽ ഇപ്പൊ അവൻ കൊടുത്തയച്ചിരുന്നു. സംഭവം ദുബായി കൊടുത്തയച്ചാ നല്ല 20,000 റുപ്യ ഉണ്ട് പറഞ്ഞു ടോർച്ച് കളിച്ചാണ്. അപ്പൊ എനിക്ക് റീചാർജ് ചെയ്യാൻ സംഭവം അറിയും. ഞാൻ ഇതേ ചെയ്തിട്ടില്ല. മേമ പറഞ്ഞു കുറച്ചിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുകാരെന്നൊക്കെ. അപ്പൊ ഡീറ്റെയിൽസ് തങ്ങളിലേക്ക് പറഞ്ഞുതരാം. ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാലിഡിറ്റിയുടെ കുട്ടികളിലേക്ക് ചാർജ് ചെയ്യുക. 200 രൂപയുടെ കുട്ടികളിലേക്ക് ചാർജ് ചെയ്താൽ കോഡ് കിട്ടും. അതുപോലെ തന്നെ തങ്ങൾക്ക് നമ്പറൊക്കെ അതല്ല ഇതിപ്പോ ഞാൻ ഈ 200 റുപ്യന്റെ കാട്ടേണ്ടി മൊബൈലിന്റെ ഡാറ്റിന്റെ തൊട്ടില്ല. ഈ 200 റുപ്യ ഞാൻ പോയി എവിടെയാ ഇക്ക ഒന്നും മനസ്സിലായില്ല. റീചാർജ് എങ്ങനെ പോയി കണ്ടിട്ടുത്തരാ ഒരു ഐഡിയ ഇല്ല കുട്ടിയെ. അടുത്തുള്ള ഒരു ഷോപ്പിൽ ചെല്ലുക. ഹച്ചൻ യൂണിവേഴ്സിറ്റിയിൽ ഷോപ്പ് ഉണ്ടാവും. ആ ഷോപ്പിൽ നിന്നും താങ്കൾ ഒരു 200 രൂപ ഇവിടെ സെക്കൻഡ് വേണമെന്ന് പറയുക. അപ്പൊ ഒരു സെക്കൻഡ് റീചാർജ്. ഹലോ ഇല്ലേ ഞങ്ങളവിടെ മുബാറക്ക് ഉണ്ടല്ലോ നമ്മളെ ബീരാനാജിന്റെ മോനെ മുബാറക്ക്. അവന്റെ പോയപ്പോൾ നേരാവോ? അവന്റെ വീട്ടിൽ കുറെ മൊബൈലൊക്കെ തൂങ്ങുന്നുണ്ട്. ശരി, അടുത്തുള്ള ഹച്ചിന്റെ ഷോപ്പിനായിട്ട് കോൺടാക്ട് ചെയ്യുക. 200 രൂപയുടെ ഒരു കൂപ്പൺ തരും. അതനുസരിച്ച് 200 രൂപ ഒരു 5 കൂപ്പൺ കിട്ടും. അതനുസരിച്ച് രണ്ട് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ റീചാർജ് ചെയ്യുന്നത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചാർജ് ചെയ്താൽ മതി. അപ്പൊ താങ്കൾക്ക് പിന്നീട് കോൾ ചെയ്യുന്നത് ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു കൊല്ലത്തിനാക്കാൻ ഇപ്പൊ എന്താ കാട്ടുക? ഇതിപ്പോ 200 റുപ്യക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിലാക്കണമെന്നുണ്ടെങ്കിൽ 699 രൂപയ്ക്കാണ് ചെയ്യുക. പിന്നെ ഭാവമില്ല നമ്മളെ കുഞ്ഞാവാനാണ് ഭാവം പറഞ്ഞ് ഇതെന്താ ആജീവനാൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയ ശ്രമിക്കുന്നതിനെ ശ്രദ്ധിക്കുക. 699 രൂപയ്ക്ക് ചാർജ് ചെയ്ത് 1 വർഷം വാങ്ങിച്ചുണ്ടാവും. പറഞ്ഞ് അതിപ്പോ എങ്ങനെ ചെയ്യാ? വച്ചോളൊക്കെ എന്ത് പറഞ്ഞു? ഹലോ 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 എന്തായാലും ജസ്റ്റ് തങ്ങൾ അടുത്തുള്ള ഹച്ചിന്റെ ഷോപ്പിനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആജീവനാണ്ടാക്കണല്ലോ പതി. ഹലോ അതിനുവേണ്ടി 999 രൂപയ്ക്ക് കൂട്ടുന്നുണ്ട്. അതനുസരിച്ച് ചാർജ് ചെയ്താൽ മതി. പിന്നെ ബാപ്പാനോടും വേണമെങ്കിൽ തരാൻ മതിട്ടാ. ബീരാൻകുട്ടിയെ തന്നാൽ മതി. ഇത് നമ്മുടെ അത്രയും മാനേജിന്റെ മോളല്ലേ? ഹലോ ഹലോ അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. തങ്ങൾ അടുത്തുള്ള ഹച്ചിന്റെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് റീചാർജ് പിന്നെ പിന്നിപ്പോ ഈ ഫോണിന്റെ എനിക്ക് വേറെ പണി നീ കുട്ടിയെ നിസ്കരിച്ചത് രൂപയും കൊടുത്തിട്ട് കുറെ നേരമായി ഇവിടെ. ഞാൻ എന്റെ പെണ്ണുങ്ങൾ പാർട്ടിനോടൊക്കെ ബാങ്ക് കൊടുത്താൽ പിന്നെ പോയി നിസ്കരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഹലോ എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല. തങ്ങൾ ജസ്റ്റ് അടുത്തുള്ള ഹച്ചിന്റെ ഷോപ്പിലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കുട്ടികളുടെ ഒരു കാര്യം ചോദിച്ചാണ്ട് ഇതിപ്പോ റീചാർജ് ചെയ്യുന്നോണ്ട് മൊബൈലിന് നല്ല കേടുണ്ടോ? റീചാർജ് ചെയ്യാതെ തങ്ങൾക്ക് കോൾ ചെയ്യാൻ ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ചെയ്ത പ്രോബ്ലം ഉണ്ടാവില്ല. കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കരിങ്ങാത്തിനുള്ള എന്റെ അംശക്കുട്ടി എന്ത് പറഞ്ഞറിയോ? ഓൻ പറഞ്ഞ് റീചാർജ് ചെയ്ത മൊബൈലിന് കേടാണ്, കറണ്ടിലൊക്കെയാണ് കുത്തരി എന്നൊക്കെ പറഞ്ഞേ. നമ്മക്കാണ് ഒന്നും അറിയില്ല. ഓൻ പറഞ്ഞ് ഈ കറണ്ട് കുത്തരാണ് ഞാൻ. അങ്ങനെയൊക്കെ ഇത് മൊബൈലിന് കേടൊന്നും ഇല്ലല്ലോ. ഹലോ 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 എന്താ ഉണ്ടാക്കുക പോലെ? ഹലോ
അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല. അതായത് അടുത്തുള്ള ഹച്ചിന്റെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ തങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കും. ചാർജ് ചെയ്ത് അതല്ല ചോദിക്കുന്നത്, ഇതിപ്പോ റീചാർജ് ചെയ്യുന്നോണ്ട് മൊബൈലിന് വല്ല കേടുണ്ടാവുമോ? പറഞ്ഞത് റീചാർജ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. 200 രൂപയുടെ കൂപ്പൺ ഉപയോഗിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. അതല്ലേ ഈ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റിയ ദുബായിക്ക് മഹമ്മദിന്റെ ഗൾഫ് പോയി എനിക്ക് ഇത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാൻ ഇനി പോക്കൊന്നും പറയാൻ പറ്റില്ല. ഹലോ, എനിക്കിപ്പോ കോളിംഗ് നഷ്ടപ്പെടാതെ ഇംഗ്ലീഷ് ഒന്നും കയ്യിലിട്ടി ഞാൻ ചാർജ് പോയിട്ടുള്ളൂ. ഹലോ ഹലോ ഹലോ